പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? മുത്തശ്ശിയും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് മദേഴ്സ് ഡേയുടെ അന്നാണ്. പക്ഷേ മദേഴ്സ് ഡേ എന്ന് പറയുന്നതിനെക്കുറിച്ച് എന്നും ഉള്ളതാണ് മദേഴ്സ് ഡേ. നിങ്ങൾക്ക് അതിനെക്കുറിച്ചും കൂടെ കുറച്ച് പറയട്ടെ മുത്തശ്ശി. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും അതിനെക്കുറിച്ച് പറഞ്ഞാൽ, എങ്കിലും കുറച്ച് വലിയ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും അല്ലേ? മദേഴ്സ് ഡേ നമ്മുടെ ജീവിതത്തിൽ എന്നും ഉള്ളതാണ്. മരിച്ചു കഴിഞ്ഞാലും നമ്മൾ അമ്മയെ ഓർക്കും, ജീവിച്ചിരിക്കുമ്പോഴും ഓർക്കും. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ അമ്മ പറഞ്ഞു തന്നിരിക്കുന്നതും ചെയ്ത് കണ്ടിരിക്കുന്നതും ഒക്കെ ഓർത്തല്ലേ നമ്മൾ ചെയ്യാറുള്ളത്. മുത്തശ്ശി ഇപ്പോഴും അതെ, മുത്തശ്ശിയുടെ അമ്മ പറഞ്ഞു തന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും കണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അമ്മയുടെ അനുഗ്രഹവും പ്രാർത്ഥനയും നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ട് അമ്മയെയും അച്ഛനെയും ഒക്കെ നമ്മൾ ദൈവത്തെ പോലെ കരുതുകയും അവരുടെ വാക്കുകളൊക്കെ നമ്മൾ അവർ പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേട്ട് ചെയ്യുകയും വേണം. നമ്മളെ തനിച്ച് നമുക്ക് നിൽക്കാനാകുന്നത് വരെ അച്ഛൻ്റെയും അമ്മയുടെയും സഹായത്തോടല്ലേ നമ്മൾ ജീവിക്കുന്നത്. അത് കഴിഞ്ഞ് അവർ വാർദ്ധക്യത്തിലെത്തുമ്പം നമുക്ക് അവരെ സഹായിക്കേണ്ട കടമയുണ്ട്. അതൊരു വലിയ പുണ്യമായിട്ട് വേണം കരുതാൻ. അവരെ അച്ഛനമ്മമാരെ സ്നേഹത്തോടെ നോക്കുന്നത്, നമ്മളെ എത്ര സ്നേഹത്തോടെ അവർ വളർത്തിയതല്ലേ. അപ്പോൾ ആ സ്നേഹം നമുക്ക് തിരിച്ചു കൊടുക്കണ്ടേ? അതുകൊണ്ട് നിങ്ങൾ നല്ല കുട്ടികളായി എത്ര വലുതായാലും നമ്മളെ കഷ്ടപ്പെട്ട് ഈ നിലയിലെത്തിച്ച അച്ഛനെയും അമ്മയും മറക്കാതെ അവരെ സ്നേഹിച്ച് വേണം. അല്ലാതെ ഒരു ഫോൺ വിളി കൊണ്ട് അമ്മയും അച്ഛനെയും വിളിച്ചാൽ മാത്രം പോരാ. അവർക്ക് നമ്മുടെ സാമീപ്യവും സാന്ത്വനവും സ്നേഹവും ഒക്കെ പകർന്നു നൽകണം. അല്ലാതെ ദൂരെ പോയിരുന്നു മാസത്തിലൊരിക്കൽ ഒന്ന് ഫോൺ വിളിച്ചു എടുത്തു, അതല്ല. അമ്മയുടെ അടുക്കൽ ഓടിയെത്താൻ വല്ലപ്പോഴും സമയം കണ്ടെത്തുകയും അവരോടൊപ്പം ചെലവഴിക്കാൻ സമയം കാണുകയൊക്കെ വേണം കേട്ടോ. അപ്പം നമുക്ക് ഇനിയും കഥയിലോട്ട് കിടക്കാം. മുത്തശ്ശി ഇന്ന് പറയാൻ പോകുന്ന കഥ കൊഴുക്കട്ടയെക്കുറിച്ചാണ്. സുന്ദരി കൊഴുക്കട്ട. നിങ്ങളൊക്കെ കൊഴുക്കട്ട കഴിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. കൊഴുക്കട്ട കഴിക്കാത്തവരായിട്ട് ആരും കാണുമെന്ന് തോന്നില്ല. പലതരത്തിലുള്ള കൊഴുക്കട്ടയുണ്ട്. മധുരമുള്ള കൊഴുക്കട്ട, ഉപ്പും തേങ്ങായും അരിയും മാത്രം ചേർത്ത കൊഴുക്കട്ട, ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത കൊഴുക്കട്ട, പഴമൊക്കെ വെച്ച കൊഴുക്കട്ട. പക്ഷേ കുഞ്ഞുങ്ങളായ നിങ്ങൾക്ക് മധുരമുള്ള കൊഴുക്കട്ടയാണ് ഇഷ്ടമെന്ന് മുത്തശ്ശിക്കറിയാം. എനിക്കും 4 പേരക്കുട്ടികളുണ്ട്. അവർക്കെല്ലാം മധുരമുള്ള കൊഴുക്കട്ടയാണ് ഇഷ്ടം. അതുകൊണ്ട് നിങ്ങൾക്കും ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞത് അല്ലേ? നിങ്ങൾക്ക് മധുരമുള്ള കൊഴുക്കട്ടയല്ലേ ഇഷ്ടം? അപ്പം നമുക്കിനി കഥയിലോട്ട് കിടക്കാം. ഒരിക്കൽ സുന്ദരി കൊഴുക്കട്ടയുടെ അമ്മാത്തേക്ക് പോവുകയായിരുന്നു. അമ്മാത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? അമ്മയുടെ വീട്ടിലേക്ക്, അതായത് നിങ്ങളുടെ അമ്മൂമ്മയുടെ അടുക്കലേക്ക്. അങ്ങനെ സുന്ദരി കൊഴുക്കട്ട പോകാനെല്ലാം റെഡിയായപ്പം അമ്മ പറഞ്ഞു, നീ അമ്മയുടെ അടുക്ക ചെല്ലുമ്പോഴേ അമ്മയ്ക്ക് കൊടുക്കാനായി ഞാൻ കുറച്ച് പയറുമണികൾ തരാം. അമ്മയ്ക്ക് ഒത്തിരി പച്ചക്കറിത്തോട്ടമൊക്കെ ഉണ്ട്, അവിടെ നടാനായിട്ടുള്ള പയറുമണിയാണ്. ഇത് കൈ പിടിച്ചോണം. പിന്നെ വഴിക്ക് വെച്ച് കുറച്ച് ദൂരമില്ലേ അവിടെ വരെ എത്താൻ. അപ്പം നിനക്ക് വിശക്കുവാണെങ്കിൽ കഴിക്കാനായിട്ട് 2 പഴവും കൈ കൊടുത്തു. അങ്ങനെ അതും കൊണ്ട് സുന്ദരി കൊഴുക്കട്ട നടന്നു. കുറേ ദൂരം നടന്നപ്പോഴേ വഴിവെക്ക് നിന്നൊരു കുട്ടി കരയുന്നു. സുന്ദരി കൊഴുക്കട്ട വിചാരിച്ച് എന്തിനാണോ ആ കുട്ടി കരയുന്നത്. കുട്ടിയുടെ അടുക്കലെത്തിയപ്പോൾ കുട്ടി ഓടി വന്ന് പറഞ്ഞു, കൊഴുക്കട്ടെ, നിന്നെ ഞാൻ കഴിച്ചോട്ടെ, എനിക്ക് വിശക്കുന്നു, വല്ലാതെ വിശക്കുന്നു, ഞാൻ നിന്നെ കഴിച്ചോട്ടെ. അയ്യോ, ഞാൻ അമ്മാത്തേക്ക് പോവുകയാണല്ലോ കുഞ്ഞെ, ഞാൻ തിരിച്ചു വരുമ്പോൾ നീ എന്നെ കഴിച്ചു, ഇപ്പം എന്നെ ഒന്ന് വെറുതെ വിടണേ. അല്ല, എനിക്ക് വിശക്കുന്നു. പിന്നെയും കുഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പോൾ എടുത്തു കൊഴുക്കട്ട തൻ്റെ കയ്യിലിരുന്ന പഴം എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, തൽക്കാലം നീ ഇതുകൊണ്ട് വിശപ്പടക്കെ, ഞാൻ തിരിച്ചു വരുമ്പോൾ നിൻ്റെ അടുക്ക വരാം, അപ്പം നീ എന്നെ കഴിച്ചു. അങ്ങനെ കുഞ്ഞ് സമ്മതിച്ചു. കുഞ്ഞ് വീണ്ടും യാത്രയായി. കുറേ ദൂരം ചെന്നപ്പോൾ ഒരു കോഴി കൊക്കരക്കോന്ന് വെച്ചുകൊണ്ട് വരുന്നു. ഞാനിപ്പം നിന്നെ കൊത്തി തിന്നും, എനിക്ക് വിശക്കുന്നു. കോഴി കൊത്തി തിന്നാനായിട്ട് കൊഴുക്കട്ടയുടെ അടുക്കലോട്ട് ചെന്നു. അപ്പോൾ കൊഴുക്കട്ട പറഞ്ഞു, അയ്യോ എൻ്റെ കോഴിക്കുട്ടിയെ, നീ എന്നെ തിന്നല്ലേ, ഇപ്പം ഞാൻ അമ്മാത്തേക്ക് പോവുകയാണല്ലോ, തിരിച്ചു വരുമ്പോൾ നീ എന്നെ ഭക്ഷിച്ചോളൂ. എനിക്ക് നിന്നെ ഭക്ഷിക്കണം, ഞാൻ നിന്നെ കഴിക്കും എന്ന് പറഞ്ഞ് കോഴി നിർബന്ധം പിടിച്ചു. അപ്പം എന്തു ചെയ്തു? അമ്മ തന്ന ആ പയറുമണികൾ, അമ്മമ്മയുടെ ഒക്കെ കാര്യമൊക്കെ പറയാം. ഈ പയറുമണികൾ തൽക്കാലം കോഴിക്ക് ഇട്ട് കൊടുത്ത് എനിക്ക് രക്ഷപ്പെടാം. എന്തു ചെയ്തു? ആ പയറുമണി അങ്ങോട്ട് താഴെയിട്ട് ഇടുകയും കോഴി അത് കൊത്തി തിന്നാനായിട്ട് വന്നു. ആ തക്കം നോക്കി നമ്മുടെ കൊഴുക്കട്ട വീണ്ടും പോയി. ഉരുണ്ട് അങ്ങനെ നടന്നു പോകുമ്പോൾ വരുന്നു. കുറേ ദൂരം ചെന്നപ്പോൾ ഇടത് സൈഡിൽ നിന്നൊരു പൂച്ച, വലത് സൈഡിൽ നിന്നൊരു പട്ടി മുമ്പിൽ ചാടി. 2 പേരും കൂടെ, ഞാൻ നിന്നെ കഴിക്കാൻ വന്നതാണ്. ഉടനെ പട്ടി, ഞാൻ ആദ്യം കണ്ടത്, ഞാൻ കഴിക്കും, ആ നായ പറഞ്ഞു.
നായയും പൂച്ചയും തമ്മിൽ വലിയ ബഹളമായി അവിടെ. രണ്ടുപേരും തമ്മിൽ ആദ്യം കണ്ടത് ഞാനാണെന്ന് രണ്ടുപേരും പറഞ്ഞു തുടങ്ങി. അങ്ങനെ അവിടെ രണ്ടുപേരുടെയും വഴക്കിനിടയ്ക്ക് ഈ കൊഴുക്കട്ട എന്തോ ചെയ്തു, നമ്മുടെ സുന്ദരി കൊഴുക്കട്ട വേഗം ഉരുണ്ടു. നല്ലൊരു ഇറക്കമായിരുന്നു. സുന്ദരി കൊഴുക്കട്ട ഉരുണ്ട് അങ്ങനെ പോയപ്പോഴാണ് വഴക്കൊക്കെ തീർന്ന് രണ്ടുപേരും നോക്കി. കൊഴുക്കട്ട എവിടെ? ദാ പോകുന്നു. വേഗം രണ്ടുപേരും നായയും പൂച്ചയും കൂടെ അതിൻ്റെ പുറകെ പോയി. കൊഴുക്കട്ട ഉരുണ്ടിരുന്ന് ഒരു ചെറിയ കുഴി ചെന്ന് വീണു. ആദ്യം കൊഴുക്കട്ടയ്ക്ക് ഒരു വിഷമം തോന്നി, കുഴി വീണല്ലോ എന്നോർത്ത്. ചെറിയ കുഴിയാണേ. പക്ഷേ പിന്നെ തോന്നി, ഏതായാലും ആ നായയും പൂച്ച എന്നെ കാണത്തില്ലല്ലോ. കൊഴുക്കട്ട അവിടെ ഇങ്ങനെ കിടക്കുമ്പോഴും നായയും പൂച്ച ഓടുമ്പോൾ ആ ഇറക്കം ഇറങ്ങി അവിടെ ചെന്നങ്ങ് നിന്നു. വഴി അവിടെ വെച്ച് അവസാനിക്കുക. അപ്പോൾ കൊഴുക്കട്ട ഓർത്ത് ഏതായാലും ഭാഗ്യം ഈ കുഴി കിടന്നുകൊണ്ട് അവരെന്നെ കണ്ടില്ലല്ലോ. നായ ചോദിച്ചു, എവിടെ കൊഴുക്കട്ട എവിടെ? പൂച്ച, എവിടെ കൊഴുക്കട്ട? രണ്ടുപേരും തമ്മിൽ ചോദ്യമായി. കൊഴുക്കട്ട എവിടെ? അടുത്തുള്ള വീട്ടിലോട്ടെങ്ങാനും കയറി പോയിട്ടുണ്ടോ എന്തോ. എങ്ങനെ ചെന്ന് ചോദിക്കാൻ ചെന്നാൽ അവർ വടിയെടുത്ത് ഓടിക്കത്തില്ലേ? നായേ പൂച്ചയെന്ന് പറഞ്ഞ് ഓടിക്കത്തില്ലേ? അതുകൊണ്ട് അതും വയ്യ. വളരെ നിരാശപ്പെട്ട് രണ്ടുപേരും വെറുതെ ആയി ഇത്രേ ഓടിയത്. ഇനിയും തിരിച്ചു പോകാം എന്ന് ഓർത്ത് അവർ പതുക്കെ തിരിച്ചു നടന്നു. ഇതെല്ലാം കൊഴുക്കട്ട കണ്ടോണ്ടി കിടക്കുക. കൊഴുക്കട്ട എന്തോ എടുത്തു, അവർ പോയി കഴിഞ്ഞപ്പോൾ പതുക്കെ കുഴിയിൽ നിന്ന് കയറി അമ്മാത്തി ചെന്നു. അമ്മുമ്മയുടെ അടുക്ക ചെന്ന് വഴിയിലുണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ ചിരിച്ചു. ഏതായാലും കൊള്ളാം, നിന്നെ ദൈവം രക്ഷിച്ചു. അപ്പോൾ കൊഴുക്കട്ട പറഞ്ഞു, അമ്മൂമ്മയ്ക്ക് തരാനായി അമ്മ കുറച്ച് പയറുമണി തന്നിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ ആ കോഴിക്കിട്ട് കൊടുത്താൽ പറഞ്ഞില്ലേ, അതൊന്നും സാരമില്ല. അങ്ങനെ വൈകുന്നേരം വരെ രണ്ടുപേരും കൂടെ അവിടെ ചിലവഴിച്ചു. അത് കഴിഞ്ഞ് വൈകിട്ട് പോകാൻ നേരത്ത് അമ്മൂമ്മ പറഞ്ഞു, സൂക്ഷിച്ച് വേണം കേട്ടോ, നിൻ്റെ ബുദ്ധി ഉപയോഗിച്ച് രക്ഷപ്പെട്ടോണം. അതൊക്കെ ഏറ്റു. അങ്ങനെ കൊഴുക്കട്ട ദൈവത്തെ പ്രാർത്ഥിച്ചു, ഭഗവാനെ പോകുന്ന വഴിക്ക് എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് വന്നതുപോലെ അങ്ങോട്ടേക്ക് എത്താൻ കഴിയണമേ എന്നൊക്കെ പ്രാർത്ഥിച്ച് കൊഴുക്കട്ട അവിടുന്ന് പതുക്കെ നടന്ന് നായയും പൂച്ചയും നിൽക്കുന്ന സ്ഥലത്തെത്തി. അവർ രണ്ടുപേരും അവിടെ കിടപ്പുണ്ട് രണ്ട് സൈഡിലായിട്ട്. വേഗം നായയുടെ അടുക്ക ചെന്നു കൊഴുക്കട്ട. എന്നിട്ട് പറഞ്ഞു, ഞാൻ മടങ്ങി വന്നിരിക്കുന്നു, നിനക്കെന്നെ ഭക്ഷിക്കാം. പൂച്ചയോടും പറഞ്ഞു, ഞാൻ മടങ്ങി വന്നിട്ടുണ്ട്, നിനക്കെന്നെ ഭക്ഷിക്കാം. പക്ഷേ ഒരു കാര്യം, ഞാൻ പറയുന്നത് കേട്ടിട്ട് വേണം നിങ്ങൾക്കെന്നെ കഴിക്കാൻ. പറഞ്ഞോളൂ. ഉടനെ പറഞ്ഞു, ഞാൻ ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്ന് വന്നപ്പോൾ ഒരു കുഞ്ഞു കുട്ടി അവിടെ നിന്ന് കരയുന്നു. ആ കുഞ്ഞു കുട്ടി എന്നെ ഭക്ഷിക്കാൻ വന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പോയിട്ട് വരാം, എന്നിട്ട് നീ എന്നെ ഭക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. അത് സമ്മതിച്ചു. അത് കഴിഞ്ഞ് വരുന്ന വഴി ഒരു കോഴിയെ കണ്ടു. കോഴിയും എന്നെ കൊത്തി തിന്നാൻ വന്നു. കോഴിയോടും ഞാൻ പറഞ്ഞു, ഇങ്ങനെ എന്നെ അമ്മാത്തേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴി എന്നെ നീ ഭക്ഷിച്ചോന്ന്. അങ്ങനെ സമ്മതിച്ചാണ് ഞാൻ പോകുന്നത്. പിന്നെയാണ് നിങ്ങളെ കണ്ടത്. അപ്പം ഞാൻ ആദ്യം ആ കുഞ്ഞിൻ്റെ അടുക്ക പോകണ്ടേ, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ വരൂ. എന്നിട്ട് നമുക്ക് അവിടെ വെച്ച് തീരുമാനിക്കാം. അവിടെ വെച്ച് നിങ്ങളെല്ലാവരും കൂടെ എന്നെ കഴിച്ചോളൂ. ഉടനെ ആ നായ പറഞ്ഞു, ഞങ്ങളുടെ വിശപ്പൊക്കെ മാറി ഇപ്പോൾ തൽക്കാലം. പൂച്ചയും പറഞ്ഞു, എൻ്റെയും വിശപ്പൊക്കെ മാറി. പിന്നെ നിൻ്റെ ഈ നല്ല പെരുമാറ്റം നീ സത്യസന്ധമായിട്ട് ചെയ്തില്ലേ, പറഞ്ഞ വാക്ക് പാലിച്ചില്ലേ നീ, അതുകൊണ്ട് നിന്നെ ഞങ്ങൾ വെറുതെ വിട്ടിരിക്കുന്നു. നീ ചെയ്ത സത്യസന്ധതയ്ക്കും നല്ല മനസ്സിനും. പൂച്ചയുടെ പറച്ചിലും നായയുടെ പറച്ചിലും ഒക്കെ കേട്ടപ്പോൾ കൊഴുക്കട്ടയ്ക്ക് ഭയങ്കര സന്തോഷമായി. കൊഴുക്കട്ട പറഞ്ഞു, വളരെ നന്ദിയുണ്ട്, ഞാൻ ഒരിക്കലും മറക്കത്തില്ല. വീണ്ടും കൊഴുക്കട്ട ഉരുണ്ട് കോഴിയുടെ അടുക്ക ചെന്നു. കോഴി അങ്ങനെ ഉറങ്ങാനായിട്ട് ഇരിക്കുക. കോഴിയുടെ അടുക്ക ചെന്ന് വിളിച്ചു, കോഴിക്കുഞ്ഞെ എന്താ? ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു, നിനക്കെന്നെ കൊത്തി തിന്നണമെന്ന് പറഞ്ഞില്ലേ? വേണ്ട, എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ ഉറങ്ങാൻ പോവാം. പിന്നെ നീ ഏതായാലും തിരിച്ച് വരുന്ന വഴിക്ക് ഇവിടെ വന്നല്ലോ, നിൻ്റെ നല്ല മനസ്സിന് നന്ദി, വേഗം പൊക്കോ. അവിടെ നിന്ന് സന്തോഷത്തോടെ കോഴിക്ക് നന്ദി പറഞ്ഞ് കൊഴുക്കട്ട കുഞ്ഞിൻ്റെ അടുക്ക ചെന്നു. കുഞ്ഞ് കൊഴുക്കട്ടയെ കണ്ടപ്പോൾ, നീ തിരിച്ചു വരുവാണ് അല്ലേ, തിരിച്ചു വന്നല്ലോ പറഞ്ഞ പോലെ തന്നെ. നിനക്കെന്നെ കഴിക്കണമെന്ന് പറഞ്ഞില്ലേ, കഴിച്ചോളൂ. എൻ്റെ കൊഴുക്കട്ടെ, എൻ്റെ വയറിപ്പം നിറഞ്ഞ് പൊട്ടിപ്പോവും, അത്രയ്ക്ക് ഞാൻ കഴിച്ചു. എങ്കിലും നീ എത്ര സത്യസന്ധമായിട്ട് പെരുമാറി. നീ പറഞ്ഞ പോലെ എന്നെ മടങ്ങി വന്നപ്പോൾ കണ്ടല്ലോ. നല്ല കാര്യം നീ ചെയ്തത്. ഇങ്ങനെ വേണം, പറഞ്ഞ വാക്കിന് വില വേണം. ഞാനതുകൊണ്ട് നിന്നെ ഭക്ഷിക്കുന്നില്ല, ഞാൻ നിന്നെ വിടുകയാണ്. നീ സുഖമായിട്ട് നിൻ്റെ വീട്ടിൽ പൊക്കോളൂ എന്ന് പറഞ്ഞു. കൊഴുക്കട്ട കുഞ്ഞിനോട് പറഞ്ഞു, നല്ല സന്തോഷമുണ്ട്, എനിക്ക് വളരെ നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് കൊഴുക്കട്ട വീട്ടിലെത്തി. അമ്മയോട് നടന്ന വിവരങ്ങളെല്ലാം പറഞ്ഞു. അമ്മ പറഞ്ഞു, നമ്മളെപ്പോഴും
എവിടെ പോകുമ്പോഴും ഏത് കാര്യം ചെയ്യുമ്പോഴും ദൈവത്തെ ഓർത്തുകൊണ്ട് വേണം ചെയ്യാൻ. അപ്പം നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവും, നമ്മുടെ കാര്യങ്ങൾക്കൊന്നും തടസ്സം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. നിങ്ങളും ഇതുപോലെ വേണം. എല്ലാ കാര്യങ്ങളും ഭഗവാനിൽ സമർപ്പിച്ച് നല്ല കുട്ടികളായി ഇതെല്ലാം നമ്മളെ എവിടെ പോകുമ്പോഴും എനിക്ക് തടസ്സങ്ങളൊന്നും ഉണ്ടാകരുതേ എന്ന് വിചാരിച്ച് വേണം പോകാൻ. പിന്നെ ഒരു കാര്യം കൂടെ മുത്തശ്ശി പറയട്ടെ. കഥയൊക്കെ ഇഷ്ടമായോ നിങ്ങൾക്ക്? നിങ്ങൾ ദിവസവും നിങ്ങളുടെ പ്രാർത്ഥനയിൽ സന്ധ്യയ്ക്ക് നിങ്ങൾ പ്രാർത്ഥിക്കാറില്ലേ? അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ലോകത്തിന് മുഴുവൻ ശാന്തിയും സമാധാനവും ഉണ്ടാകണേ എന്നും കൂടി പ്രാർത്ഥിക്കണം. ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ, എന്ത് വലിയ ലോകം മുഴുവൻ പിടിപെട്ടിരിക്കുകയല്ലേ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ലോകത്തിനെ മുഴുവൻ എല്ലാവർക്കും ശാന്തി ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചാൽ അതിൽ നമ്മളും ഉൾപ്പെടും. അതുകൊണ്ട് നിങ്ങൾ അതും കൂടി ചെയ്യണം. മുത്തശ്ശിയുടെ കുട്ടികൾ നല്ല കുട്ടികളാണെന്ന് മുത്തശ്ശിക്കറിയാം, നിങ്ങളതൊക്കെ ചെയ്യുമെന്നറിയാം. അതുകൊണ്ട് നിങ്ങൾ സന്ധ്യയിൽ ഈ മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങൾ മറക്കാതെ പറയണം കേട്ടോ. വീണ്ടും ഒരു കഥയുമായി മുത്തശ്ശി വരാം. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഉമ്മ.